മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഓഹരി വിപണി ഓരോ ദിവസവും പുതിയ താഴ്ചകൾ തേടി പോവുകയാണ്. വേൾഡ് മാർക്കറ്റിൽ നിന്നും വേൾഡ് എക്കോണമിയിൽ നിന്നൊക്കെ വളരെ മോശം റിപ്പോർട്ടുകളാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ US-ലും യൂറോപ്പിലും ഉണ്ടായ ക്രൈസിസ്, ആ ഒരു ക്രൈസിസ് ഉണ്ടായ രാജ്യങ്ങളിൽ ഉണ്ടായ കറക്ഷനിലുപരി ഇന്ത്യൻ മാർക്കറ്റ് ലോവർ ലെവലിലേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടത്. ഇന്ത്യൻ മാർക്കറ്റ് ഇപ്പോഴും ശക്തമാണ്, പക്ഷേ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് വളരെയധികം ലോവർ ലെവലിലേക്ക് പോകുന്നു. അതിന് 2-3 റീസൺസ് ഉണ്ട്. ഒന്ന്, RBIയുടെ കമൻ്റാണ്. വരാനിരിക്കുന്നത് വളരെയധികം പ്രതിസന്ധിയുടെ നാളുകളാണ് എന്നുള്ള RBIയുടെ കമൻറ്റ് വളരെയധികം ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി. അതുകൂടാതെ സെബി പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന സെപ്റ്റംബർ ഓൺവേർഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന F&O മാർജിൻ സിസ്റ്റം, അത് വളരെയധികം നെഗറ്റീവ്, ഈ ഒരു അവസരത്തിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് വളരെ നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള സാഹചര്യമുണ്ടാകും. കാരണം 1 lakh ബിലോ മാർജിൻ ഷോർട്ട് ഫോളുള്ള ഇൻഡിവിജ്വൽ ക്ലയൻസിന് 0.5%, എബോവ് 1 lakh 1%, ഫൈൻ ഏർപ്പെടുത്തുന്നു. അതേപോലെ കണ്ടിന്യൂസ് ഒരു മാസത്തിൽ 3 പ്രാവശ്യം ഷോർട്ട് ഫോൾ വരികയാണെങ്കിൽ അത് 5% ആയിട്ട് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു തീരുമാനം സെബി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. അത് വളരെയധികം നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കും. കാരണം അതിൻ്റെ ഒരു സാഹചര്യമാണ്. തീർച്ചയായിട്ടും സ്പെക്കുലേഷൻ ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. എന്നാൽ ഏറ്റവും ലോവർ ലെവൽ മാർക്കറ്റ് നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നത് വളരെയധികം നെഗറ്റീവ്. കാരണം മാർജിനിൽ നിൽക്കുന്ന പൊസിഷനൊക്കെ റീറ്റെയിൽ നിക്ഷേപകരാണ് പലപ്പോഴും ലിവറേജ് എടുക്കുന്നതും. ഏറ്റവും ലോവർ ലെവൽ വരുമ്പോൾ അവരുടെ പൊസിഷനാണ് പലപ്പോഴും സെല്ല് ചെയ്തു പോകുക. അപ്പോൾ മാർക്കറ്റ് ഒരു 6000+ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഡിസിഷൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലതായിരുന്നു. കാരണം എല്ലാവരും പ്രോഫിറ്റിലാണ്. ആ സമയത്ത് ഒരു ഡിസിഷൻ വരികയാണെങ്കിൽ അത് വളരെ പോസിറ്റീവായിട്ട് നമുക്ക് കാണാം. എന്നാൽ മാർക്കറ്റ് വളരെ ലോവർ ലെവലിൽ പോകുമ്പോൾ ഗവൺമെൻറ് അതോറിറ്റീസ് എല്ലാം തന്നെ മാർക്കറ്റിനെ വീണ്ടും ലോവർ ലെവലിലേക്ക് പോകുന്ന തീരുമാനങ്ങളാണ് എടുക്കുന്നത്. മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ ഗവൺമെൻറ് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. മൂന്നാമതായി, അണ്ണാ ഹസാരെയുടെ സമരം ലോകരാജ്യങ്ങൾ വളരെയധികം സംശയത്തോടെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. അത് ഗവൺമെൻറ് ഡീൽ ചെയ്ത രീതി, ഇതൊക്കെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോഴും ഇമ്മീഡിയറ്റ് നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നെ ആസ് യൂഷ്വൽ നമ്മളുടെ ഇൻട്രസ്റ്റ് റേറ്റും ഫുഡ് ഇൻഫ്ലേഷൻ ലാസ്റ്റ് വീക്ക് വന്നതും വളരെ മോശമായിരുന്നു. അതുകൊണ്ട് വീണ്ടും RBI കടുത്ത നടപടികളിലേക്ക് കടക്കുമോ എന്നുള്ള സംശയം മാർക്കറ്റുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യൻ മാർക്കറ്റിനെ വീണ്ടും ഈ ലോവർ ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു കാരണമുണ്ടായത്. അതോടൊപ്പം തന്നെ FIs ഒക്കെ തന്നെ ഒരു സെല്ലിംഗ് സൈഡിലാണ്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമാണ് ഒരു ബൈയിങ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നത്. മാർക്കറ്റ് ഓരോ ദിവസവും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും അതുപോലെ തന്നെ FIസും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ തന്നെ ഗവൺമെൻറ് ഏത് രീതിയിലൊരു ഡിസിഷൻ എടുക്കും, അണ്ണാ ഹസാരെയുടെ സമരം, അതുപോലെ അങ്ങനെയുള്ള സമരം ഒരു പരിസമാപ്തിയിലെത്തുക എന്നുള്ളതൊക്കെയാണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു അനൗൺസ്മെൻ്റ് ഒക്കെ മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഗവൺമെൻറ് ഒരിക്കലും മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ഡിസിഷനും എടുക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഗവൺമെൻറ്റിന് ശക്തമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും പല പ്രശ്നങ്ങളിൽപ്പെട്ട് ഇൻഫ്ലേഷൻ അഗൈൻസ്റ്റ് ആയിട്ടൊന്നും പ്രവർത്തിക്കാൻ ഗവൺമെൻറ്റിന് സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു ഭാഗത്താണ്. ഇതൊക്കെ റീറ്റെയിൽ നിക്ഷേപകരുടെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പല സ്റ്റോക്കുകളും ഫണ്ടമെൻ്റലി വളരെ സൗണ്ടായിട്ടുള്ള പല ഓഹരികളും നമുക്കറിയാം വളരെയധികം ലോവർ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിക്ഷേപകർ ഒരു കാരണവശാലും പാനിക് ആകേണ്ട ആവശ്യമില്ല. മാർക്കറ്റ് തീർച്ചയായിട്ടും റിക്കവറി ഉണ്ടാവും. മാർക്കറ്റിലൊരു പുൾ ബാക്ക് തീർച്ചയായിട്ടും മാർക്കറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാം. മാർക്കറ്റ് ഇനിയും ലോവർ ലെവലിലേക്ക് പോവുകയാണെങ്കിൽ പോലും തീർച്ചയായിട്ടും ഒരു റിക്കവറി ഉണ്ടാവും. വൺ സൈഡായിട്ട് ഒരിക്കലും മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് പോകില്ല. ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് തീർച്ചയായിട്ടും റിക്കവറി ആവശ്യമാണ്. ഒരു കൺസോൾട്ടേഷൻ ലെവലിലേക്ക് മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു റിക്കവറി നമുക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. ലാസ്റ്റ് വീക്ക് FIസിൻ്റെ ആക്ടിവിറ്റി നമുക്കൊന്ന് പരിശോധിക്കാം. FIs ക്യാഷ് മാർക്കറ്റിൽ 3436 കോടി രൂപയുടെ ബൈയിങ് നടത്തി. അതേസമയം അവർ ഇൻഡെക്സ് ഫ്യൂച്ചറിൽ 15 crore ബൈയിങ് ആണ്. അതുപോലെ ഇൻഡെക്സ് ഓപ്ഷനിൽ 2755 crore ബൈയിങ് ആണ്. അത് നമ്മൾക്ക് കോൾ ഓപ്ഷനാണോ പുട്ട് ഓപ്ഷനാണോ എന്ന് അറിയാത്തതുകൊണ്ട് അതെന്ത് സ്ട്രാറ്റജിയാണ് അവരെടുക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായില്ല. കാരണം അതൊരു ഹെഡ്ജിങ് സ്ട്രാറ്റജി ആകാനാണ് സാധ്യത. അതുപോലെ സ്റ്റോക്ക് ഫ്യൂച്ചറിൽ 954 crore ബൈയിങ് ആണ്. അതുപോലെ സ്റ്റോക്ക് ഓപ്ഷനിൽ 51 crore ബൈയിങ് ആണ്. അപ്പോൾ ഒരു ഹെഡ്ജിങ് സ്ട്രാറ്റജിയാണ് പലപ്പോഴും FIs ഇവിടെയും അഡാപ്റ്റ് ചെയ്യുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ 1785 കോടി രൂപയുടെ ബൈയിങ് സൈഡിലാണ്. അപ്പോൾ ലോവർ ലെവൽ വരുന്തോറും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഓരോ ലെവൽ ബ്രേക്ക് ചെയ്ത്, കാരണം ഹ്യൂജ് സെല്ലിംഗ് വരികയാണ്, ഒട്ടനവധി നെഗറ്റീവ് ന്യൂസുകൾ ഇന്ത്യൻ മാർക്കറ്റിലുണ്ട്. ഈ ന്യൂസുകളൊക്കെ തന്നെ ഓരോ ലെവലുകളും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടത്. സ്റ്റോക്കിനൊന്നും വാല്യൂ ഇല്ലാത്ത രീതിയിൽ ഒരു ഹെവി സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ടെക്നിക്കലി മാർക്കറ്റ് ഇപ്പോഴൊരു സപ്പോർട്ട് സോണിൽ തന്നെയാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റിൽ നമുക്കൊരു റിക്കവറി തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. അത് മാർക്കറ്റിനെ 5030 to 5060 എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് പോയിൻ്റാണ്. ഒരു ഷാർപ്പായിട്ടുള്ളൊരു പുൾ ബാക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് റെസിസ്റ്റൻസ് ആ ഒരു ലെവലാണ്. ദെൻ അത് കുറച്ചുകൂടെ ഒരു സ്ട്രെങ്ത് ലഭിക്കുകയാണ് 5180, നേരത്തെ പറഞ്ഞ ഒരു ലെവൽ വരെ റിക്കവറി ലഭിക്കാം.
അങ്ങനെ ഒരു പുൾ ബാക്ക് വരുംതോറും അതൊരു പ്രോഫിറ്റ് ബുക്കിംഗ് അല്ലെങ്കിൽ കയ്യിലുള്ള പൊസിഷൻ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഒരു സെല്ലിങ്ങിന് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കാരണം കുറച്ചുകൂടെ ക്ലാരിറ്റി മാർക്കറ്റിൽ വരാനുണ്ട്. പക്ഷേ ഈ ഒരു ലെവൽ ഇപ്പോഴത്തെ 4747 എന്നൊരു ലെവൽ ഒരിക്കലും റീറ്റെയിൽ നിക്ഷേപകർ ഒരു സെല്ലിംഗ് നടത്തരുത്. കാരണം മാർക്കറ്റ് ചിലപ്പോൾ ഒരു ഓവർസോൾഡ് സോണിലാണ് മൂവ് ചെയ്യുന്നത്. വാല്യുവേഷൻ വളരെ ഫെയർ വാല്യൂ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡിസ്കൗണ്ട് വാല്യൂയിലേക്ക് സ്റ്റോക്കിൻ്റെ പ്രൈസൊക്കെ വരികയാണ്. 2008 ഒരിക്കലും ഒരു കമ്പാരിസൺ എടുക്കാൻ പാടില്ല. ഇപ്പോൾ US-ലും ഇന്ത്യയിലെ സ്ഥിതി എടുക്കുകയാണെങ്കിൽ US-ലെ ബാങ്കുകളൊക്കെ അന്നൊരു വലിയ ക്രൈസിസിലായിരുന്നെങ്കിൽ ഇന്ന് ബാങ്കുകളൊക്കെ ബെറ്റർ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുള്ളത് വളരെ പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ കമ്പനികളും വളരെ പോസിറ്റീവായുള്ള റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്നു. അപ്പോൾ ഒരിക്കലും 2008 ആവർത്തിക്കാനുള്ള യാതൊരു സാധ്യതയും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാണുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനി മാർക്കറ്റ് ലോവർ ലെവൽ പോകുന്തോറും റീറ്റെയിൽ നിക്ഷേപകർ തിരഞ്ഞെടുത്ത നല്ല സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. അതും ലിവറേജ് എടുത്ത് ഒരു കാരണവശാലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തരുത്. നമ്മളുടെ കയ്യിലുള്ള ഫണ്ടിന് മാത്രം എപ്പോഴും പറയുന്നതാണ് അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം നടത്തുക. കാരണം നമ്മൾ കമ്പനിയുടെ പാർട്ടാകുകയാണ്. അതല്ലാതെ ഇമ്മീഡിയറ്റ് വരുന്ന ന്യൂസുകളിലേക്ക് നമ്മൾ അട്രാക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ലോങ് ടൈം വ്യൂ ആണ്. തീർച്ചയായിട്ടും മാർക്കറ്റ് അതിശക്തമായി തന്നെ തിരിച്ചു വരും. അതുകൊണ്ട് നിക്ഷേപകർ തിരഞ്ഞെടുത്ത നല്ല ഓഹരികളിൽ നിക്ഷേപിക്കാനുള്ള അവസരമായി ഇതിനെ കാണുക. അടുത്തതായി നിക്ഷേപകരുടെ ലെറ്ററുകളിലേക്ക് കടക്കുകയാണ്. ആദ്യമായിട്ട് സമീറിൻ്റെ ലെറ്ററാണ്. അദ്ദേഹം ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്കുകളാണ് എല്ലാം തന്നെ ഹോൾഡ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ അദ്ദേഹത്തിന് ബൈയിങ് ഒക്കെ ലോവർ ലെവലിലാണ്. എന്നാൽ അദ്ദേഹത്തിന് വളരെയധികം മാർക്കറ്റ് ലോവർ ലെവലിൽ പോകുന്നു. എല്ലാ അനലിസ്റ്റുകളും വളരെ ലോവർ ലെവൽ മാർക്കറ്റിനെ കുറിച്ച് സൂചിപ്പിക്കുന്നു. അപ്പോഴത്തെ നിലയിൽ ഈ സ്റ്റോക്കുകൾ സെല്ല് ചെയ്താലോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹം ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്ക് ലാൻകോ ഇൻഫ്ര, IVRCL, GVK പവർ എല്ലാം തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഒരേ സെക്ടറിലാണ്. വളരെയധികം കഴിഞ്ഞ 1.5 വർഷമായി തന്നെ കണ്ടിന്യൂസ് ഡൗൺ സൈഡിലേക്ക് പോകുന്ന ഒരു സെക്ടറാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബൈയിങ് വളരെ ലോവർ ലെവലിലാണ്. തീർച്ചയായിട്ടും ഈ 3 സ്റ്റോക്കുകളും ഡൗൺ സൈഡ് റിസ്ക് വളരെയധികം കുറവാണ്. ഇവിടെ ഈ ഒരു കറണ്ട് ലെവലിൽ നിന്ന് ഒരു മാക്സിമം നമുക്ക് ഡൗൺ സൈഡ് പ്രതീക്ഷിക്കാവുന്ന ഒരു 5% ആണ്. ആ ഒരു റിസ്ക് അദ്ദേഹം ഇപ്പോൾ സെല്ല് ചെയ്തൊരു ബൈയിങ് നടത്തുക എന്നുള്ള സ്ട്രാറ്റജി എടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ലാൻകോ ഇൻഫ്രയാണ് ഒരു പ്രധാനമായിട്ടും കൺസ്ട്രക്ഷൻ, പവർ കൺസ്ട്രക്ഷൻ, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും പ്രോപ്പർട്ടി ആൻഡ് വിൻഡ് പവർ സെക്ടറിലൊക്കെ പ്രവർത്തിക്കുന്ന ഫണ്ടമെൻ്റലി സൗണ്ടായിട്ടുള്ള ഓഹരി തന്നെയാണ്. ഈ ഇൻട്രസ്റ്റ് റേറ്റൊക്കെ ഹയർ ലെവലിൽ നിൽക്കുന്ന ഇവരെയൊക്കെ ചെറിയ രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നു. അതുപോലെ ഒരു ബൈയിങ് സ്ട്രെങ്ത് ഈ ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്കുകൾ കാണുന്നില്ല. പക്ഷേ ഇതിൻ്റെ വാല്യൂഷൻ വളരെ ലോവർ ലെവലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. 1525 ലെവലിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. ടെക്നിക്കലി മാർക്കറ്റിൻ്റെ ഈ സ്റ്റോക്കിൻ്റെ ഒരു സപ്പോർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 11 രൂപയാണ്. പക്ഷേ ആ ഒരു ലെവലിലേക്ക് വരാൻ വളരെയധികം സാധ്യത കുറവാണ്. ഇപ്പോഴത്തെ കറണ്ട് ലെവൽ 1525 തന്നെ ഒരു സേഫായിട്ടുള്ള എൻട്രി ലെവലാണ്. 1350 to 1525 എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു എൻട്രി ലെവൽ തന്നെയാണ്. സൗണ്ടായിട്ടുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ്. ഡൗൺ സൈഡ് റിസ്ക് വളരെയധികം കുറവാണ്. ഇതിൻ്റെ ഒരു റെസിസ്റ്റൻസ് 19 and 24 രണ്ട് റെസിസ്റ്റൻസ് ആയിട്ടും ഹോൾഡ് ചെയ്യുന്നു. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്ക് തീർച്ചയായിട്ടും ഇദ്ദേഹം ഹോൾഡ് ചെയ്യുക. ദെൻ IVRCL ആണ്. സെയിം വളരെയധികം ഡൗൺ സൈഡിലേക്ക് വന്നൊരു സ്റ്റോക്കാണ്. 32 ലെവലിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. ഈ സ്റ്റോക്കിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ലെവൽ മാർക്കറ്റിൽ ഒരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ 27 ലെവൽ വരെ വരാം. പക്ഷേ അതൊരു സേഫ് ആയിട്ടുള്ള ഒരു ലോങ് ടൈം എൻട്രി തന്നെയാണ്. നമുക്കറിയാം IVRCLൊക്കെ വളരെയധികം ഹയർ ലെവൽ ഇൻവെസ്റ്റ് ചെയ്ത നിക്ഷേപകരുണ്ട്. വളരെയധികം കണ്ടിന്യൂസ് കഴിഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ 1.5 വർഷമായി കണ്ടിന്യൂസ് ഡൗൺ സൈഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കാണ്. വീണ്ടും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എന്നുള്ള സ്ട്രാറ്റജിയാണ് നല്ലത്. സ്റ്റേ ഇൻവെസ്റ്റഡ് എന്ന് പറയുന്ന സ്ട്രാറ്റജി. നമ്മൾക്കറിയാം 2009 മാർക്കറ്റ് വളരെയധികം ലോവർ ലെവൽ പോയതിന് ശേഷം വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി ഉണ്ടായി. എത്രത്തോളം ഷാർപ്പാണോ മാർക്കറ്റിൻ്റെ ഫോൾ അതിലും ശക്തമായിരിക്കും മാർക്കറ്റ് റിക്കവറി. അതും നിക്ഷേപകർ മനസ്സിലാക്കുക. അതിൽ വൺ ടൈം ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ ഓരോ നല്ല സ്റ്റോക്കുകളും ഡൗൺ സൈഡിലേക്ക് പോകുന്തോറും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടേയിരിക്കുക ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ. കാരണം ഒരു കമ്പനിയിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആ ഒരു സ്റ്റോറി എന്ന് പറയുന്ന ഒരു ബിസിനസ്സിലാണ്. ഇതിൻ്റെ പെർസെൻറ്റേജിലായിരിക്കില്ല നമുക്ക് റിട്ടേൺ വരും, മൾട്ടി ഫോൾഡ് റിട്ടേൺ വരും. പക്ഷേ അത് ലോങ് ടൈം സ്റ്റോറിയാണ്. ഒരു 3 to 5 years എന്നുള്ള രീതിയിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. ഇതിൽ IVRCL തീർച്ചയായിട്ടും സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വഴി തന്നെയാണ്. ഈ സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻസ് 41 and 50 രണ്ട് റെസിസ്റ്റൻസ് ആയിട്ടും ഹോൾഡ് ചെയ്യുന്നു. ഈ സ്റ്റോക്ക് ഇദ്ദേഹം തീർച്ചയായിട്ടും ഹോൾഡ് ചെയ്യുക. ദെൻ GVK പവറാണ്. 16 rupeesലാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, റോഡ്സ്, എയർപോർട്ട് ഇതിലൊക്കെ ആണ് ഇവരുടെ പ്രധാന ഫോക്കസ്. ഫണ്ടമെൻ്റലി സൗണ്ടായിട്ടുള്ള ഓഹരിയാണ്. വാല്യുവേഷൻ വളരെയധികം ലോവർ ലെവലിലാണ്. 16 ലെവലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. 1350 ആണ്. ആ ഒരു ലെവൽ വരാൻ പോലും സാധ്യത കുറവാണ്. ഈ ഒരു കറണ്ട് ലെവൽ പോലും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ റീറ്റെയിൽ നിക്ഷേപകർക്ക് നിക്ഷേപിക്കാവുന്ന ഓഹരിയാണ് GVK പവർ. പേഷ്യൻസ് കാണിക്കുക. നമ്മളൊരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു മാസം കൊണ്ട് അല്ലെങ്കിൽ 2 മാസം കൊണ്ട് റിട്ടേൺ കിട്ടണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. അതുപോലെ വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തരുത്. GVK പവർ, IVRCL, ലാൻകോ ഇൻഫ്ര ഇപ്പോഴത്തെ കറണ്ട് ലെവൽ വളരെ സേഫ് ആയിട്ടുള്ള 3 സ്റ്റോക്കുകളാണ്. റീറ്റെയിൽ നിക്ഷേപകർക്കെല്ലാം തന്നെ നിക്ഷേപിക്കുക. അതോടൊപ്പം തന്നെ പുതുതായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ വരാൻ ഉദ്ദേശിക്കുന്നവർക്ക് വളരെ നല്ലൊരു പോർട്ട്ഫോളിയോ ആണ്. വളരെ ലോവർ ലെവൽ ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. ഇതിൻ്റെ സപ്പോർട്ട് 1350 ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നു വളരെയധികം ഒരു കറക്ഷൻ നേരിടുകയാണെങ്കിൽ മാത്രമേ 1350 ലെവൽ വരാൻ സാധ്യതയുള്ളൂ. ഇപ്പോഴത്തെ കറണ്ട് ലെവൽ